ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ക്യൂട്ടാട്ടിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും പ്ലാന്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മളെ എപ്പീസിയ പ്ലാന്റ് ആണ് കേട്ടോ. അതായത് ഫ്ലെയിം വയലറ്റ്. കോമണായി നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റാണ് ഈ എപ്പീസിയ പ്ലാന്റ്. ഇത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചാലോ. അപ്പോൾ നമുക്ക് ഈ എപ്പീസിയ പ്ലാന്റ്സ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. പല കളേഴ്സുള്ള ലീഫുകളും നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ പല കളേഴ്സുള്ള ഫ്ലവേഴ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഗ്രീനും വയലറ്റും ലീഫ് വരുന്ന പിങ്ക് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്താണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫിൻ്റെ നിറവ്യത്യാസം നമുക്ക് കാണുന്നത്. ചില ലീഫുകൾ കരിഞ്ഞു പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ചില ലീഫുകൾ യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് വെക്കരുത്. നല്ല ബ്രൈറ്റായിട്ട് ലൈറ്റ് കിട്ടും വേണം കേട്ടോ. അങ്ങനെയുള്ള ഭാഗത്ത് വെച്ചാൽ മാത്രമേ ഈ പ്ലാന്റ് നന്നായിട്ട് പൂവിട്ട് വളരുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ 3 കളേഴ്സിലുള്ള എപ്പീസിയ പ്ലാന്റ്സ് ആണ്. എപ്പീസിയ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ സാധാരണ ചട്ടികളിലും നിലത്തും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നാണ്. കാരണം എൻ്റെ അടുത്തുള്ള മിക്ക പ്ലാന്റ്സും ലാസ്റ്റ് ഇതേപോലെ ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചെടി നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അപ്പോൾ ഇതിൽ നിന്നും തൂങ്ങി നിൽക്കുന്ന ഇതേപോലത്തെ ചെറിയ ചെറിയ തൈകൾ എടുത്തിട്ട് പുതിയ തൈകളാക്കി മാറ്റിയാൽ നമുക്ക് ഈ ചെടി വീണ്ടും കിട്ടും. അല്ലെങ്കിൽ ഇത് ഈ ചട്ടിയിൽ കിടന്ന് നമ്മൾ എത്ര കെയർ ചെയ്തിട്ടും കാര്യമില്ല, ഇത് കിടന്ന് നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. കൂടുതൽ ഈർപ്പം ഇഷ്ടപ്പെടാത്ത ഒരു പ്ലാന്റാണ് ഈ എപ്പീസിയ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോട്ടി മിക്സിൽ നമ്മൾ വളരെ കുറച്ച് മാത്രം ചകിരിച്ചോറ് ആഡ് ചെയ്താൽ മതി. പിന്നെ മണ്ണും ചാണകപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് നിറക്കാം. അടുത്തത് പിന്നെ ഇതിൻ്റെ വളപ്രയോഗമാണ്. വളപ്രയോഗം കൂടുതലൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് എപ്പീസിയ പ്ലാന്റ്. 3-4 മാസത്തിലൊരിക്കൽ മാത്രം വളം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ എപ്പീസിയ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് വേണം. രണ്ടാമത്തത്, നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം. മൂന്നാമത്തത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നാലാമത്തത്, 3-4 മാസത്തിലൊരിക്കൽ മാത്രം വളം ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എപ്പീസിയ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.